ഐഫോണിന്റെ ബാറ്ററി ബാക്കപ്പ് ഒരു 50% ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്ന 20ലധികം ബാറ്ററി സേവിംഗ് ടിപ്സും അതേപോലെ തന്നെ സെറ്റിംഗ്സ് ചേഞ്ചസുമാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ഈ പറയുന്ന എല്ലാ സെറ്റിംഗ്സുകളും ഞാൻ അപ്ലൈ ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. ബാറ്ററി ബാക്കപ്പ് നിങ്ങൾക്ക് ഒരു ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സെറ്റിംഗ്സ് ആണ് ഞാൻ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് സ്കിപ്പ് ചെയ്തിട്ട് അടുത്തൊരു സെറ്റിംഗ്സിന് വേണ്ടി നോക്കാവുന്നതാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് വിചാരിക്കാത്ത കുറേ സെറ്റിംഗ്സ് ചേഞ്ചുകൾ ഞാനതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഐഫോൺ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു എക്സ്പീരിയൻസിൽ കുറവ് വരുത്തുന്ന സെറ്റിംഗ്സ് ചേഞ്ചുകളൊക്കെ തന്നെ ഞാൻ ഒഴിവാക്കിയിട്ടുമുണ്ട്. മീൻസ് നിങ്ങൾക്ക് ബാറ്ററി ബാക്കപ്പ് കുറച്ചുകൂടെ കൂടുതൽ കിട്ടുകയും ചെയ്യും. നിങ്ങളുടെ യൂസർ എക്സ്പീരിയൻസിൽ യാതൊരു വ്യത്യാസവും വരുന്നതുമല്ല. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സെറ്റിംഗ്സ് ചേഞ്ചിലേക്ക് പോകാം. അതിനായിട്ട് നമുക്ക് അതിനെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം. അവിടെ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്കിവിടെ കാണാൻ പറ്റുന്ന നോട്ടിഫിക്കേഷൻ ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ടാപ്പ് ചെയ്യുക. അപ്പോൾ ഓരോ ആപ്ലിക്കേഷനുകളിലെയും നോട്ടിഫിക്കേഷൻ സെറ്റിംഗ്സിലേക്ക് നമുക്ക് കയറാനായിട്ട് പറ്റും. ഇവിടെ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ കാണേണ്ടാത്ത എല്ലാ ആപ്ലിക്കേഷനുകളുടെയും ലോക്ക് സ്ക്രീൻ നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ലോക്ക് സ്ക്രീൻ നോട്ടിഫിക്കേഷൻ എനേബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനിൽ ഒരു നോട്ടിഫിക്കേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 15 സെക്കൻഡ്സോളം സ്ക്രീൻ വേക്ക് ആയിട്ട് നിൽക്കും. ഇതിപ്പോൾ നമ്മൾ ഫോൺ പോക്കറ്റിലോ ബാഗിലോ ഒക്കെ കീപ്പ് ചെയ്താലും ഈ ഒരു സ്ക്രീൻ വേക്ക് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു ബാറ്ററി കൺസംപ്ഷൻ നമുക്ക് ഇതുവഴി കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ നിങ്ങൾ എല്ലാ ആപ്ലിക്കേഷനുകളുടെയും നോട്ടിഫിക്കേഷൻസ് കസ്റ്റമൈസ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ സെൻറ്ററിലെ നോട്ടിഫിക്കേഷൻ മാത്രം നടുക്ക് കാണുന്ന ഒരു സെറ്റിംഗ്സ് ആണ്. അത് മാത്രം എനേബിൾ ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ നോട്ടിഫിക്കേഷൻ സെൻറ്ററിൽ എല്ലാ ആപ്ലിക്കേഷനുകളുടെയും നോട്ടിഫിക്കേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് നോട്ടിഫിക്കേഷൻ ഒന്നും തന്നെ മിസ്സാകും. അടുത്ത സെറ്റിംഗ്സ് നമ്മുടെ ഐഫോണിലെ ഓട്ടോ ബ്രൈറ്റ്നസ് എനേബിൾ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഞാനിവിടെ പറയാൻ പോകുന്നത് ഐഫോണിലെ ഈ ഒരു ഓട്ടോ ബ്രൈറ്റ്നസ് സെറ്റിംഗ്സ് നമ്മുടെ ഐഫോണിലെ വേറെ സെറ്റിംഗ്സുമായിട്ട് ചേർന്ന് ഉപയോഗിക്കുമ്പോഴത്തേക്കിനുമാണ് കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആകുന്നത്. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. സെറ്റിംഗ്സിലേക്ക് വരിക. അവിടുന്ന് ആക്സസിബിലിറ്റി സെലക്ട് ചെയ്യുക. അവിടെ നമുക്ക് ഡിസ്പ്ലേ ആൻഡ് ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്ന ടോപ്പിൽ കാണുന്ന ഒരു ഓപ്ഷൻ ടാപ്പ് ചെയ്യുക. അവിടെ നമുക്ക് ഏറ്റവും താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഓട്ടോ ബ്രൈറ്റ്നസ് എന്ന് പറയുന്ന സെറ്റിംഗ്സ്. അതിൻ്റെ തൊട്ട് മുകളിൽ നമുക്ക് കാണാൻ പറ്റുന്ന റെഡ്യൂസ് വൈറ്റ് പോയിന്റ് എന്ന് പറയുന്ന സെറ്റിംഗ്സ്. ഈ സെറ്റിംഗ്സിനോട് ചേർത്ത് വേണം നമുക്ക് ഈ ഓട്ടോ ബ്രൈറ്റ്നസ് യൂസ് ചെയ്യാനായിട്ട്. ഓട്ടോ ബ്രൈറ്റ്നസിലൂടെ ആ ഒരു സെറ്റിംഗ്സോട് എനേബിൾ ചെയ്തപ്പോഴത്തേക്കും എൻ്റെ സ്ക്രീനിൻ്റെ ബ്രൈറ്റ്നസ് വീണ്ടും കുറഞ്ഞു. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ക്രീനിലുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് വായിച്ചെടുക്കാനായിട്ട് മതിയായ ഒരു ബ്രൈറ്റ്നസ് ഇപ്പോഴും എൻ്റെ സ്ക്രീനിലുണ്ട്. സോ നമ്മൾ ഇൻഡോർ കണ്ടീഷനിലൊക്കെ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സെറ്റിംഗ്സ് എനേബിൾ ചെയ്തിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ബാറ്ററി കൺസംപ്ഷൻ ഒരുപാട് കുറയ്ക്കുന്നതാണ്. നമുക്കിതിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിവിടെ ഇപ്പോൾ ഒരു 50%ലാണ് ആ ഒരു ബ്രൈറ്റ്നസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് എളുപ്പത്തിൽ ആക്സസ് ചെയ്യാനായിട്ട് കൺട്രോൾ സെൻറ്ററിൽ ഈ രീതിയിലൊരു ഐക്കൺ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ഒരു ഐക്കൺ. അതിനുശേഷം വൈറ്റ് പോയിന്റ് എനേബിൾ ഡിസേബിൾ ചെയ്യാനായിട്ട് ആ ഒരു കൺട്രോൾ സെൻറ്ററിലെ ബട്ടണിൽ ഒന്ന് ടാപ്പ് ചെയ്താൽ മതിയാവും. ഈ ഒരു ഐക്കൺ കൺട്രോൾ സെൻറ്ററിലേക്ക് ആഡ് ചെയ്യാൻ എല്ലാവർക്കും അറിയാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് സമയം കളയുന്നില്ല. അടുത്ത ഒരു സെറ്റിംഗ്സ് ചേഞ്ച് ഞാൻ പറയാനായിട്ട് പോകുന്നത് നമ്മുടെ ഫോണിൽ കഴിവതും ഡാർക്ക് മോഡ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഈവൻ ഔട്ട്ഡോർ കണ്ടീഷൻ ആണെങ്കിൽ പോലും ഡാർക്ക് മോഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വിസിബിലിറ്റിക്ക് അങ്ങനെ പ്രശ്നമുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഡാർക്ക് മോഡ് യൂസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഡാർക്ക് വാൾപേപ്പറും കൂടെ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററി കുറച്ചും കൂടെ ഒന്ന് സേവ് ചെയ്യാൻ. ഇങ്ങനെ യൂസ് ചെയ്യുന്നൊരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് ഡീപ്പ് ബ്ലാക്ക് ഏരിയാസ് കാണാൻ സാധിക്കുന്നു. ആക്ച്വലി ആ ഏരിയാസിലെ പിക്സൽസ് എല്ലാം തന്നെ ഓഫാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാറ്ററിക്ക് ഡിസ്പ്ലേ പവർ ചെയ്യാണ്ട് ഒരുപാട് പവർ കുറച്ച് മതി. അങ്ങനെ നമുക്ക് ബാറ്ററി ലൈഫ് കുറച്ചുകൂടെ ഇൻക്രീസ് ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫോണിലെ ആപ്ലിക്കേഷനുകളെല്ലാം തന്നെ ഡാർക്ക് മോഡിലാണോ ലൈറ്റ് മോഡിലാണോ എന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ എൻ്റെ ഫോണിൽ ഫേസ്ബുക്ക് ലൈറ്റ് മോഡിലാണ് കിടക്കുന്നത്. നമുക്ക് അതിനായിട്ട് നമ്മുടെ സെറ്റിംഗ്സിലേക്ക് പോയിട്ട് അവിടെ നമുക്ക് ഡാർക്ക് എന്നുള്ള ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇതുപോലെ നിങ്ങൾ പതിവായിട്ട് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനുകളിലൊക്കെ ഡാർക്ക് മോഡ് ഒന്ന് യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് കുറച്ചുകൂടി ബാറ്ററി ലൈഫ് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ അടുത്തൊരു സെറ്റിംഗ്സ് ഞാൻ പറയാനായിട്ട് പോകുന്നത് നമ്മുടെ ഐഫോണിലെ സിരിയെ സംബന്ധിക്കുന്ന ഒരു സെറ്റിംഗ്സ് ആണ്. നമുക്ക് നേരെ സെറ്റിംഗ്സിൽ നമുക്ക് നേരെ താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് സിരി എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. അത് ടാപ്പ് ചെയ്യുക. അവിടെ നമുക്ക് കാണുന്ന ഒന്നാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള ടോക്ക് ടു സിരി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഓഫ് ചെയ്യുക. ഇവിടെ ഞാൻ നേരത്തെ തന്നെ ഓഫ് ആക്കിയാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ അത് എനേബിൾ ചെയ്യാനുള്ള കുഴപ്പം ഐഫോൺ ബാക്ക്ഗ്രൗണ്ടിൽ എപ്പോഴും ഈ ഒരു സെറ്റിംഗ്സ് എനേബിൾ ആക്കി വെച്ചുകൊണ്ടിരിക്കും. എങ്കിൽ മാത്രമേ നമ്മൾ ഹേ സിരി എന്ന് പറഞ്ഞ് കമാൻഡ് കൊടുക്കുമ്പോഴത്തേക്കും അതിനെ റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് ബാറ്ററി കുറച്ചൊന്ന് കൺസ്യൂം ആകുന്നതാണ്. ഇങ്ങനെ നമ്മൾ ചെയ്തതെന്ന് വെച്ചിട്ട് നമുക്ക് സിരിയുടെ ഫംഗ്ഷനാലിറ്റി ഒന്നും തന്നെ നഷ്ടപ്പെടുന്നതല്ല. നിങ്ങൾക്ക് സിരി ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പവർ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്താൽ മതി. സിരി നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം iOS യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആപ്ലിക്കേഷൻസ് ആൻഡ്രോയിഡിലെ പോലെ ഫോഴ്സ് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഇതുപോലെ നമ്മൾ ആപ്ലിക്കേഷൻസ് ഫോഴ്സ് ക്വിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നീട് ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഐഫോൺ കൂടുതൽ ബാറ്ററി അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അതിന് കാരണം നമ്മൾ ഫോഴ്സ് ക്വിറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ വീണ്ടും ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഐഫോൺ നേരത്തെ സൂക്ഷിച്ച് വരുന്ന ക്യാഷെ ഫയൽസും കാര്യങ്ങളെല്ലാം ക്വിറ്റ് ചെയ്ത സമയത്ത് നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത പ്രാവശ്യം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം വീണ്ടും ഐഫോണിൽ കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ബാറ്ററി കൺസപ്ഷൻ ഓട്ടോമാറ്റിക്കലി കൂടുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് വൈഫൈ എവിടെയെങ്കിലും അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിവതും ബ്രൗസ് ചെയ്യുന്ന സമയത്തൊക്കെ വൈഫൈ തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഐഫോണിൽ നമ്മൾ മൊബൈൽ ഡാറ്റയ്ക്ക് പകരം വൈഫൈ യൂസ് ചെയ്തിട്ട് ബ്രൗസ് ചെയ്യുകയും അതുപോലെ വൈഫൈ കണക്റ്റ് ആക്കി ഇടുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററി നമുക്ക് ഒരുപാട് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് വൈഫൈ അവൈലബിൾ അല്ല, മൊബൈൽ ഡാറ്റയെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ കഴിവതും സ്റ്റാൻഡ് ബൈ മോഡിൽ ഫോൺ കീപ്പ് ചെയ്യുന്ന സമയത്ത് 4Gയിൽ തന്നെ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക.
നമ്മളെന്തെങ്കിലും കാര്യങ്ങൾ ബ്രൗസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ 5Gയിലേക്ക് സ്വിച്ച് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഞാൻ പറയാനുള്ള കാരണം 5Gയിലുള്ള ബാറ്ററി കൺസംപ്ഷൻ 4G അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. നമുക്ക് 4G, 5G ഈസിയായിട്ട് സ്വിച്ച് ചെയ്യാനായിട്ട് നമുക്ക് ഇതുപോലെ ഷോർട്ട് കട്ട് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമുക്ക് യൂട്യൂബിലൊക്കെ നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരുപാട് വീഡിയോസ് കിട്ടും. അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു വീഡിയോയുടെ ലിങ്ക് കൂടെ കൊടുത്തേക്കാം. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ നാവിഗേഷനൊക്കെ ഗൂഗിൾ മാപ്സ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഓഫ്ലൈൻ മാപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നാവിഗേഷൻ ചെയ്യുന്ന സമയത്ത് ഡാറ്റ ഒരുപാട് കുറവായിരിക്കും കൺസ്യൂം ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ മാപ്സ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത ശേഷം ടോപ്പ് റൈറ്റ് കോർണറിൽ കാണുന്ന നമ്മുടെ ഒരു പ്രൊഫൈൽ പിക്ചറിൽ ഒന്ന് ടാപ്പ് ചെയ്യുക. അവിടുന്ന് താഴേക്ക് നമുക്ക് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഓഫ്ലൈൻ മാപ്സിൻ്റെ ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ നിന്ന് ടാപ്പ് ചെയ്തേക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരുപാട് മെമ്മറി ഇതിനകത്തില്ല. നമ്മൾ ലോക്കലായിട്ടുള്ള ഏരിയ ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു 50 MB ആകുന്നുള്ളൂ. കൂടുതൽ ഏരിയ ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടുന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ആ മാപ്പിൽ കാണുന്ന സ്ക്വയർ ഷേപ്പ് ഒന്ന് സൂം ഔട്ട് ചെയ്യുക. അപ്പം നമുക്ക് വേണ്ട ഏരിയാസ് എന്നിട്ട് സെലക്ട് ചെയ്തിട്ട് നമുക്ക് താഴെ കാണാനായിട്ട് സാധിക്കും എത്രത്തോളം MB ആകുന്നുണ്ടെന്നുള്ളത്. നമുക്ക് അങ്ങനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഒരു 10-300 കിലോമീറ്റർ ഏരിയയൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമുക്ക് വെറും 200 MB താഴെ വരുന്നുള്ളൂ. അപ്പോൾ ആ രീതിയിൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാപ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് മൊബൈൽ ഡാറ്റ അധികമായിട്ട് യൂസ് ചെയ്യുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ലൈവ് ട്രാഫിക്കും കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ മാപ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു റെഡ് കളറിൽ ചില സ്ഥലത്തൊക്കെ കാണിക്കുമല്ലോ. അങ്ങനത്തുള്ള ലൈവ് ട്രാഫിക്ക് മാത്രമേ അതിനകത്ത് കിട്ടത്തില്ല എന്നേ ഉള്ളൂ. ബാക്കി എല്ലാ ഓപ്ഷൻസും നമുക്കിവിടെ കിട്ടുന്നതാണ്. സോ ഈ രീതിയിൽ ഡൗൺലോഡ് ചെയ്തിടുന്നത് നമുക്ക് ബാറ്ററി നാവിഗേഷൻ്റെ സമയത്ത് ഒരുപാട് സേവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഡൗൺലോഡ് ചെയ്ത ഓഫ്ലൈൻ മാപ്പ് നമുക്ക് ഡിലീറ്റ് ചെയ്യാനും സാധിക്കും. ഈ രീതിയിൽ ഇവിടുന്ന് ഈ ഓപ്ഷനിൽ വന്ന് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓഫ്ലൈൻ മാപ്പ് ഡിലീറ്റ് ആയിട്ട് പോയിക്കോളും. അടുത്തതായിട്ട് നമ്മൾ ബാറ്ററി സേവ് ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു മോഡാണ് ലോ പവർ മോഡ്. പക്ഷേ ഞാനിവിടെ പറയാൻ പോകുന്നത് ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾ എനേബിൾ ചെയ്യുകയും ചെയ്യരുതെന്നാണ്. ഇനി അഥവാ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ 10%-ലും താഴെ വരുമ്പോഴൊക്കെ മാത്രം ഒന്ന് എനേബിൾ ചെയ്തേക്കുക. ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രോസസ്സറിനെ ഒരുപാട് റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആനിമേഷൻസ്, നമ്മുടെ മെയിൽ ഫെച്ച് ചെയ്യുന്ന കാര്യങ്ങൾ, നോട്ടിഫിക്കേഷൻസ് നമുക്ക് പ്രോപ്പറായിട്ട് ലഭിക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സെറ്റിങ്സ് അധികം യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അത്യാവശ്യത്തിന് മാത്രം യൂസ് ചെയ്യുക. ഞാൻ ഇതുവരെ പറഞ്ഞ സെറ്റിങ്സുകളൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടാണ് ഫോൺ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു റെഡ്യൂസ് വൈറ്റ് പോയിന്റ് എന്ന് പറഞ്ഞ സെറ്റിങ്സ് മാത്രം ഒന്ന് എനേബിൾ ചെയ്താൽ മതിയാവും. ബാക്കിയെല്ലാം തന്നെ നമുക്ക് ഓക്കെ ആയിട്ടാണ് കിടക്കുന്നത്. നമ്മുടെ ബാറ്ററി ഒരുപാട് കൺസ്യൂം ആകത്തില്ല. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ആപ്പ് റിഫ്രഷിനെ പറ്റിയാണ്. സെറ്റിങ്സിൽ നമുക്ക് നേരെ ജനറലിൽ പോയി കഴിഞ്ഞാൽ നമുക്കവിടെ ബാക്ക്ഗ്രൗണ്ട് ആപ്പ് റിഫ്രഷ് നമുക്ക് കാണാൻ പറ്റും. നമുക്കിത് പൂർണ്ണമായിട്ട് ഓഫ് ചെയ്യാനുള്ള സെറ്റിങ്സ് നമുക്ക് ലഭിക്കും. അതേപോലെ തന്നെ മൊബൈൽ ഡാറ്റയിലും വൈഫൈയിലും ഓൺ ആക്കിയിടാനുള്ള സെറ്റിങ്സ് നമുക്ക് ലഭിക്കും. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതും നമ്മുടെ നോട്ടിഫിക്കേഷനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് ഓഫ് ചെയ്തിട്ടാലും നമുക്ക് നോട്ടിഫിക്കേഷൻസ് എല്ലാം തന്നെ പ്രോപ്പറായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഞാനൊരു എക്സാമ്പിൾ വേണമെങ്കിൽ ഒന്ന് കാണിക്കാം. ബാക്ക്ഗ്രൗണ്ട് ആപ്പ് റിഫ്രഷ് ഓഫ് ആക്കിയിട്ടിരുന്ന ഈ ഒരു സമയത്തും എനിക്കൊരു മെസ്സേജ് വരുന്ന ടൈമിൽ എനിക്കിത് പ്രോപ്പറായിട്ട് റിസീവ് ആകുന്നുണ്ട്. ഞാനിപ്പോൾ അയച്ചേ ഉള്ളൂ മെസ്സേജ്. എനിക്ക് അപ്പോൾ തന്നെ ആ ഒരു മെസ്സേജ് കിട്ടുകയും ചെയ്തു. ശരിക്കും ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ആപ്പ് റിഫ്രഷ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടൈമിൽ എല്ലാ ആപ്ലിക്കേഷനും ഇത് എനേബിൾ ആക്കി വെച്ചിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷനുകളുടെയും ഡേറ്റാസ് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഫെച്ച് ആയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെ കേസിലാണെങ്കിൽ ഓരോ 15 മിനിറ്റ്സിലും അതിൻ്റെ ഡേറ്റ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് നമുക്ക് അനാവശ്യമായിട്ട് ഒരുപാട് ബാറ്ററി കൺസ്യൂം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. സോ അതുകൊണ്ട് ഇത് കംപ്ലീറ്റ്ലി ഓഫ് ചെയ്തേക്കുക. അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫോണിലെ ആപ്ലിക്കേഷൻസ് എല്ലാം ഒന്ന് നോക്കുക. അതിനകത്ത് നമുക്ക് ഒട്ടും യൂസ് ഇല്ലാത്ത ആപ്ലിക്കേഷനൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കുക. ഇനി വല്ലപ്പോഴൊക്കെ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ആണെങ്കിൽ അത് ഓഫ് ലോഡിലേക്ക് മാറ്റുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒന്ന് സ്റ്റോറേജ് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഈ ആപ്ലിക്കേഷനൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ടും ഡേറ്റാസൊക്കെ മാനേജ് ചെയ്യാനുമായിട്ട് ഐഫോണിന് ഒരുപാട് ബാറ്ററി പവർ വേണ്ടി വരും. സോ അതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷനുകൾ മാത്രം ഫോണിൽ കീപ്പ് ചെയ്യുക. ഇത് നിങ്ങളുടെ ഫോണിനെ ഒരുപാട് സ്മൂത്ത് ആക്കുകയും ചെയ്യും. അതേപോലെ തന്നെ നിങ്ങളുടെ ബാറ്ററി ലൈഫ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഒരുപാട് സഹായിക്കുകയും ചെയ്യും. ഇതുപോലെ നമ്മൾ റെയറായിട്ട് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ നമ്മൾ എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് നേരെ സെറ്റിങ്സിൽ സ്റ്റോറേജ് സെക്ഷനിലേക്ക് പോവാം. അവിടെ നമുക്ക് ആ ഒരു സോർട്ട് എന്ന് പറഞ്ഞ ആ ഓപ്ഷനിൽ നിന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് യൂസ്ഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. നമുക്ക് അതെടുത്തിട്ട് നമുക്ക് ഏറ്റവും റീസെൻ്റായിട്ട് യൂസ് ചെയ്ത ആപ്ലിക്കേഷൻ മുതൽ നമുക്ക് താഴേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ യൂസ് ചെയ്യാത്ത ആപ്ലിക്കേഷനുകൾ ഒരുപാട് കാണാം. അങ്ങനെ നമുക്ക് ഒരുപാട് യൂസ് ചെയ്യാത്ത ആപ്ലിക്കേഷൻസ് നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് ഓഫ് ലോഡ് ചെയ്യാവുന്നതാണ്, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്തിട്ട് പൂർണ്ണമായിട്ടും കളയാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് ബാറ്ററി സേവ് ചെയ്യാനായിട്ട് ഞാൻ സംസാരിക്കാൻ പോകുന്ന ഒരു സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലൊക്കേഷൻ സർവീസിനെ പറ്റിയാണ്. ഇത് പൂർണ്ണമായിട്ട് ഓഫ് ചെയ്യുന്ന ആപ്പിൾ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാനും ഇവിടെ അത് ചെയ്യുന്നില്ല. നമുക്ക് അതെങ്ങനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് നേരെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നുള്ള ഓപ്ഷനിലേക്ക് ടാപ്പ് ചെയ്യാം. അവിടെ നമുക്ക് ലൊക്കേഷൻ സർവീസിലേക്ക് കയറാം. ഇവിടെ നിങ്ങൾക്ക് ഓരോ ആപ്ലിക്കേഷനും ഏത് രീതിയിലാണ് ലൊക്കേഷൻ യൂസ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും ചെയ്യേണ്ട ഓരോ ആപ്ലിക്കേഷൻ്റെ സെറ്റിങ്സിനുള്ളിലേക്ക് കയറിയിട്ട് നമുക്ക് പ്രിസൈസ് ലൊക്കേഷൻ വേണ്ടാത്ത ആപ്ലിക്കേഷനുകളെല്ലാം പ്രിസൈസ് ലൊക്കേഷൻ ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ മാപ്സ് ആപ്ലിക്കേഷൻ ചൂസ് ചെയ്തു. ഇത് നമുക്ക് പ്രിസൈസ് ലൊക്കേഷൻ ആവശ്യമുള്ളൊരു ആപ്ലിക്കേഷനാണ്. അതുകൊണ്ട് ഞാൻ എനേബിൾ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് ഞാൻ OLX ഒന്ന് എടുത്തു. ഇവിടെ നമുക്ക് പ്രിസൈസ് ലൊക്കേഷൻ എനേബിൾ ആണ്. ശരിക്കും പറഞ്ഞാൽ OLXനൊന്നും പ്രിസൈസ് ലൊക്കേഷൻ കൊടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാനതൊന്ന് ഓഫ് ചെയ്യുകയാണ്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിസൈസ് ലൊക്കേഷൻ ഫൈൻഡ് ചെയ്യാനായിട്ട് എപ്പോഴും ഐഫോണിന് കുറച്ചും കൂടെ കൂടുതൽ പവർ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും.
അതുകൊണ്ട് തന്നെ നമ്മളത് ഓഫ് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് കുറച്ച് ബാറ്ററി അവിടെ നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിസൈസ് ലൊക്കേഷൻ ഓഫ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ആ ലൊക്കേഷൻ ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനുകളിലെല്ലാം തന്നെ ആ ലൊക്കേഷൻ സർവീസ് നമ്മൾ നെവർ കൊടുക്കാനും കൂടെ ഒന്ന് ശ്രദ്ധിച്ചേക്കുക. ഇനി അടുത്തായിട്ട് നമുക്ക് ലൊക്കേഷൻ സർവീസിൽ നിന്ന് കുറച്ചും കൂടെ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് സിസ്റ്റം സർവീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടുന്ന് വീണ്ടും താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് പ്രോഡക്റ്റ് ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞ പേരിൽ ഇങ്ങനൊരു ടാബ് കാണാൻ പറ്റും. അതിൽ നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. ഇത് 4ഉം ഓഫ് ചെയ്തേക്കുക. ഇവിടുന്ന് ആപ്പിൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഐഫോണിൽ നിന്ന് ആപ്ലിക്കേഷനുകളുടെയും അല്ലെങ്കിൽ ഐഫോണിൻ്റെയൊക്കെ ഇംപ്രൂവ്മെന്റിന് സഹായമാകുന്ന ഡേറ്റാസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ പ്രൈവസിയെ ബാധിക്കുന്ന ഡേറ്റാസ് ഒന്നും ആപ്പിൾ കളക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും ഇത് നമുക്ക് ബാറ്ററി കൂടുതൽ കൺസ്യൂം ചെയ്യാനൊരു കാരണമാണ്. അതുകൊണ്ട് തന്നെ ഈ 4 ഓപ്ഷൻസും നമുക്ക് അങ്ങ് ഓഫ് ചെയ്തേക്കാം. ഇതിൻ്റെ ടോപ്പിൽ തന്നെ നമുക്ക് വേറെ കുറച്ച് സെറ്റിംഗ്സും കൂടെ കാണാമെന്നുണ്ടെങ്കിലും ഞാനൊന്ന് വായിച്ച് നോക്കിയ സമയത്ത് എല്ലാം തന്നെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം തന്നെ നമുക്ക് ആവശ്യമുള്ള സെറ്റിംഗ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഞാനൊന്ന് ഓഫ് ചെയ്യുന്നില്ല. നിങ്ങളും അതിനെപ്പറ്റി ബോതർ ചെയ്യേണ്ട കാര്യമില്ല. അടുത്തായിട്ട് നിങ്ങൾ ബാറ്ററി ചെയ്യാൻ വേണ്ടി നോക്കേണ്ട ഒരു സെറ്റിംഗ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെറ്റിംഗ്സിന് നേരെ ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് ഓട്ടോ ലോക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അത് നമുക്ക് എത്ര സെക്കൻഡിലേക്കാണ് അല്ലെങ്കിൽ എത്ര മിനിറ്റിലേക്കാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് നോക്കുക. ഇതെപ്പോഴും 1 അല്ലെങ്കിൽ 2 മിനിറ്റ് അതിൽ കൂടുതൽ വെക്കാതിരിക്കുന്നതാണ് നമുക്ക് യൂസ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ ബാറ്ററി കൺസംപ്ഷനും ഏറ്റവും നല്ലത്. അടുത്തൊരു സെറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഐഫോണിൽ ഡിഫോൾട്ടായിട്ട് ഓണും നമ്മൾ ശ്രദ്ധിക്കാത്തൊരു സെറ്റിംഗ്സുമാണ്. റേസ് ടു വേക്ക് എന്ന് പറഞ്ഞ ഈ ഒരു സെറ്റിംഗ്സ്. ഇത് എനേബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോൺ എപ്പോഴൊക്കെ നമ്മൾ ഫോൺ കയ്യിലെടുക്കുന്നു അപ്പോഴെല്ലാം നമ്മുടെ ഡിസ്പ്ലേ ഒരു 15 സെക്കൻഡ്സിലേക്ക് വേക്ക് ആയിട്ട് നിൽക്കും. ഇത് ഐഫോണിൻ്റെ ബാറ്ററി കൺസംപ്ഷന് ഒരു കാരണം. ഐഫോൺ ഉപയോഗിക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒന്നെങ്കിൽ നമുക്ക് പവർ ബട്ടൺ യൂസ് ചെയ്യാം. അതിലും ബെറ്ററായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആക്സസിബിലിറ്റിക്കകത്ത് ടച്ചിനകത്ത് നമുക്ക് ടാപ്പ് ടു വേക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്ക്രീനിൽ ഒരു സിംഗിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻ വേക്ക് ആയിക്കോളും. ഇതിൽ നമുക്ക് ഫിംഗർ വെച്ച് ഒരു സിംഗിൾ ടാപ്പ് ചെയ്ത് ഫിംഗർ എടുത്താൽ മാത്രമേ നമുക്ക് ഫോൺ വേക്ക് ആകത്തുള്ളൂ. അല്ലാതെ നമ്മൾ ഫോൺ കൈ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ടച്ച് ചെയ്തുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ ഫോൺ വേക്ക് ആകുന്നൊന്നുമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഫോൺ കയ്യിലെടുക്കുന്ന സമയത്ത് സ്ക്രീനിലൊന്ന് ടച്ചായി അല്ലെങ്കിൽ സ്ക്രീനിലൊന്ന് പിടിച്ചു എന്ന് വെച്ചിട്ട് ഫോൺ വേക്ക് ആകത്തൊന്നുമില്ല. അങ്ങനെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. അടുത്തായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബാറ്ററി സെറ്റിംഗ്സിനുള്ളിലേക്ക് പോയിട്ട് താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ഏതൊക്കെ ആപ്ലിക്കേഷനിലാണ് നമുക്ക് കൂടുതൽ ബാറ്ററി കൺസ്യൂം ചെയ്യുന്നത്, അത് നമുക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനാണോ, അല്ലെങ്കിൽ തന്നെ ഏതെങ്കിലും ആപ്ലിക്കേഷനുകളുടെ സെറ്റിംഗ്സിനുള്ളിലേക്ക് പോയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുക ലൊക്കേഷൻ സർവീസ് അങ്ങനത്തെ എന്തെങ്കിലും എനേബിൾ ആണോ, അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. നിങ്ങളൊന്ന് റിവ്യൂ ചെയ്തേക്കുക. ഇത് നമുക്ക് ഏതെങ്കിലുമൊക്കെ അനാവശ്യമായിട്ടുള്ള ഏതെങ്കിലും ആപ്ലിക്കേഷനുകളൊക്കെ ബാറ്ററി ഒരുപാട് കൺസ്യൂം ചെയ്യുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമിൽ ഇതൊക്കെ ഒന്ന് റിവ്യൂ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം നമുക്കിപ്പോൾ ഉള്ളൊരു ബാറ്ററി ഹെൽത്ത് നമ്മൾ മാക്സിമം മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കൊരു 80% ആണെങ്കിലും 85% ആണെങ്കിലും അത് ഇനിയും എങ്കിലും നമ്മൾ മാക്സിമം മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇതിനായിട്ട് നിങ്ങൾ ഈ കാണുന്ന ഒപ്റ്റിമൈസ് ബാറ്ററി ചാർജിങ് ഉള്ള സെറ്റിംഗ് ഓൺ ആക്കുക. അതുപോലെ പുതിയ ഐഫോണുകളിലൊക്കെ ആണെങ്കിൽ ബാറ്ററി ലിമിറ്റ് ഇപ്പോൾ 95%ലേക്ക് 90% അങ്ങനെയൊക്കെ നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് പറ്റും. അത് നമുക്കൊരു 90ലേക്കൊക്കെ സെറ്റ് ചെയ്ത് എപ്പോഴും അങ്ങനെയൊക്കെ ഒന്ന് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഫോൺ കുത്തിയിടുന്ന സമയത്ത് ഒറിജിനൽ ചാർജർ തന്നെ യൂസ് ചെയ്യുക ചാർജ് ചെയ്യുന്ന സമയത്ത്. അതേപോലെ ഒറിജിനൽ കേബിൾ യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് കഴിവതും നമ്മുടെ ഫോണിൻ്റെ പൗച്ചിൽ നിന്ന് ഊരി വെച്ചിട്ട് ഒന്ന് ചാർജ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനത്തുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഡയറക്റ്റ് സൺലൈറ്റിൽ നമ്മൾ ഫോൺ യൂസ് ചെയ്യാതിരിക്കുക. നമുക്ക് യൂസ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ വന്നേക്കാം. അപ്പോൾ നമുക്ക് ഏറ്റവും കുറച്ച് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ഭയങ്കര ചൂടായിട്ടുള്ള ഏരിയാസിലൊക്കെ ഇരുന്ന് ഫോൺ ഒരുപാട് യൂസ് ചെയ്യാതിരിക്കുക. അങ്ങനത്തുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫോൺ ഹീറ്റ് ആകുന്ന ഒരു പരിധി വരെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഞാൻ ഈ വീഡിയോയിൽ ഇതുവരെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് സെറ്റിംഗ്സുകളെ പറ്റി പറഞ്ഞു. നിങ്ങൾ ഈ സെറ്റിംഗ്സുകളെല്ലാം ഒന്ന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ലൊരു ബാറ്ററി ബാക്കപ്പ് കിട്ടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്. കാരണം ഞാനിവിടെ ഓൾറെഡി ഈ സെറ്റിംഗ്സ് എല്ലാം ഒന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് എനിക്കൊരു 12 ഹവേഴ്സിൻ്റെ മുകളിൽ ബാറ്ററി ബാക്കപ്പ് കിട്ടി. അതേപോലെ തന്നെ ഒരു 5 ഹവേഴ്സിൻ്റെ മുകളിൽ സ്ക്രീൻ ഓൺ ടൈം കിട്ടുകയും ചെയ്തതാണ്. ഞാൻ എൻ്റെ 80% ബാറ്ററിക്കകത്തുള്ള ഐഫോൺ 13ലാണ് ഈ സെറ്റിംഗ്സ് എല്ലാം അപ്ലൈ ചെയ്ത് യൂസ് ചെയ്ത് നോക്കിയത്. അപ്പോൾ പുതിയ ഫോണുകളിലും ഇതിലും കൂടുതൽ ബാറ്ററി അടുത്തുള്ള ഫോണുകളിലും ഒക്കെ കൂടുതൽ ബെറ്റർ ബാറ്ററി പെർഫോമൻസ് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പൈസ കൊടുത്ത് മേടിച്ച ഫോണാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് അതിൻ്റെ മാക്സിമത്തിൽ നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ബാറ്ററി ബാക്കപ്പിനെ കുറിച്ചും ഹെൽത്തിനെ കുറിച്ചും ഒക്കെ ഒരുപാട് ബോദർ ചെയ്ത് ഒരു ടൈം കളയേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സെറ്റിംഗ്സ് ഒക്കെ പറഞ്ഞ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഐഫോണിൻ്റെ യൂസർ എക്സ്പീരിയൻസിനെ ബാധിക്കുന്ന ഒരു സെറ്റിംഗ്സുകളും ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്താതിരുന്നത്. അതുവഴി കുറച്ചുകൂടെ ബാറ്ററി ബാക്കപ്പ് ചിലപ്പോൾ കൂടുതൽ ലഭിച്ചേക്കാം. പക്ഷേ നമുക്ക് ഫോൺ നല്ലപോലെ യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കാര്യമില്ല. അപ്പം ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതെനിക്കൊരു ഫീഡ്ബാക്ക് ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഇതൊരു പുതിയ ചാനലാണ്. നിങ്ങൾക്ക് ഇതുപോലത്തെ കണ്ടൻറ്റ്സ് വീണ്ടും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക.